ഓക്കെ, അടുത്ത വീഡിയോ ക്ലിപ്പിൽ നമ്മൾ അടുത്ത രണ്ട് കമ്പോണൻസ്, അതായത് ഞാൻ പറഞ്ഞു നമ്മൾ ഇൻകം ഫ്രം സാലറി ആണ് പഠിച്ചുകൊണ്ടിരിക്കുന്നത്, അതിൻ്റെ തിയറി പോർഷൻസ് ആണ് പഠിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഓൾറെഡി നമ്മൾ അതിൻ്റെ ആദ്യത്തെ 5 കമ്പോണൻസ് ഫുള്ളായിട്ട് ടാക്സബിൾ ആണെന്നും അതിനെക്കുറിച്ച് നമുക്ക് അധികം ഡിസ്കസ് ചെയ്യേണ്ടി വന്നിട്ടില്ല. അപ്പോൾ അടുത്ത 3 കമ്പോണൻസ് ആണ് നമുക്ക്, അതായത് ലാസ്റ്റ് 3 കമ്പോണൻസ് ആണ് ദേ നീഡ് മോർ അറ്റൻഷൻ. അതിൽ അലവൻസസ് ആർ ഓൾറെഡി ബീങ് ഡിസ്കസ്ഡ് ആൻഡ് നെക്സ്റ്റ് കംസ് പെർക്വിസിറ്റ്സ്. അപ്പോൾ പെർക്വിസിറ്റ്സിനെ കുറിച്ചാണ് ഇന്നത്തെ വീഡിയോ ക്ലിപ്പിൽ ടീച്ചറിൻ്റെ തിയറി പോർഷൻസ് ആണ് പറയാൻ പോകുന്നത്. പെർക്വിസിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അമ്യൂണിറ്റീസ് ആണ്. നമ്മുടെ ശമ്പളത്തിൻ്റെ ഒപ്പം തന്നെ നമുക്ക് കിട്ടുന്ന മറ്റ് പാക്കേജസ്, മറ്റ് ഫെസിലിറ്റീസ്. ഫോർ എക്സാമ്പിൾ, നമുക്ക് താമസിക്കാൻ വീടോ കാറോ മറ്റ് ഗാർഡനറോ അതുപോലെ എസെറ്റ്സോ എന്തെങ്കിലും നമുക്ക് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ ഓൾ ദീസ് തിങ്സ്, ഇറ്റ് മേ ബി ഇൻ കൈൻഡ് ഓർ മേ ബി ഇൻ ക്യാഷ്, ഇത്തരത്തിലുള്ള ഫെസിലിറ്റീസ് അറ്റാച്ച്ഡ് ടു ആൻ ഓഫീസ്, നമ്മളുടെ സാലറിയോട് കൂടി ചേർന്ന് നമ്മുടെ റെമ്യൂണറേഷന് കൂടെ കിട്ടുന്ന ഇത്തരത്തിലുള്ള ഫെസിലിറ്റീസിനെയാണ് നമ്മൾ പെർക്വിസിറ്റ്സ് എന്ന് പറയുന്നത്. നമ്മളതിനെ ഷോർട്ട്ലി പെർക്സ് എന്നാണ് പൊതുവെ പറയാറുള്ളത്. പെർക്വിസിറ്റ്സ് എന്ന് പറയാറില്ല, പെർക്സ്. നിങ്ങൾക്ക് അത് ഏത് വേണമെങ്കിലും യൂസ് ചെയ്യാം, അത് പെർക്സ് ഓർ പെർക്വിസിറ്റ്സ്. ഈ പെർക്വിസിറ്റ്സും നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കേണ്ട ആവശ്യമുണ്ട്. പെർക്വിസിറ്റ്സിനെ നമുക്ക് അലവൻസ് പോലെ തന്നെ 3 ആയിട്ട് ക്ലാസിഫൈ ചെയ്യാം. ആ ക്ലാസിഫിക്കേഷൻ നിന്നുകൊണ്ട് വേണം നമ്മൾ പഠിക്കുന്നത്. പിന്നെ പെർക്വിസിറ്റ് പഠിക്കുമ്പോഴത്തെ ഒരു പ്രത്യേകത, ഇപ്പോൾ അലവൻസസ് പഠിക്കുമ്പോൾ നമുക്ക് കൃത്യമായിട്ട് എമൗണ്ടുകൾ അറിയാം. നിങ്ങൾക്ക് തന്നിട്ടുള്ള പ്രോബ്ലത്തിൽ മിസ്റ്റർ എക്സോ മിസ്റ്റർ വൈ സോ ആൻഡ് സോ എത്ര അലവൻസ് മേടിക്കുന്നുണ്ട് എന്നുള്ളത് പറയുന്നുണ്ടായിരിക്കും. അപ്പം നിങ്ങൾക്ക് അതിൻ്റെ എത്ര ഭാഗമാണ് അയാളുടെ ടാക്സബിൾ സാലറിയിൽ കാണിക്കേണ്ടതെന്നുള്ളതിനെ കുറിച്ച് നിങ്ങൾക്ക് എമൗണ്ടിൻ്റെ കാര്യത്തിൽ ഒരു സംശയം ഉണ്ടായിരിക്കില്ല. ചിലടത്ത് കാൽക്കുലേഷൻസ് വേണ്ടി വരുന്നത് മാത്രമേ ഉള്ളൂ. പക്ഷേ പെർക്സിൻ്റെ കാര്യത്തിൽ അങ്ങനെയല്ല. പെർക്സ് ആർ ഗിവൺ, മേ ബി ഗിവൺ ഇൻ കൈൻഡ്. ദാറ്റ് മേ ബി ഒരു വീടായിരിക്കും. ഒരു വീടാണെങ്കിൽ നമ്മൾ എങ്ങനെയാണ് അതിൻ്റെ വാല്യൂ കാണിക്കുക, ഇനി കാറാണെങ്കിൽ നമ്മൾ അതിൻ്റെ വാല്യൂ എത്രയാണ് എഴുതേണ്ടത്. അപ്പോൾ ഇത്തരത്തിലുള്ള കാര്യങ്ങളുള്ളത് കൊണ്ട് പെർക്സ് പഠിക്കുമ്പോൾ നമ്മൾ 2 തരത്തിൽ പഠിക്കണം. അതായത് എന്താണ് പെർക്വിസിറ്റ്സ് എന്നും അതിൻ്റെ ക്ലാസിഫിക്കേഷനും അതുപോലെ തന്നെ അതിൻ്റെ വാല്യൂ എത്രയായിരിക്കണം എന്നുള്ളത് നമ്മൾ വേറെ പഠിക്കണം. അപ്പോൾ പെർക്വിസിറ്റ്സ് പഠിക്കുമ്പോൾ അലവൻസ് പഠിച്ച പോലെയല്ല ക്ലാസിഫിക്കേഷൻ മാത്രം പഠിച്ചാൽ പോരാ, മറിച്ച് നമ്മൾ വാല്യുവേഷനും കൂടി പഠിക്കണം. അതായത് പെർക്വിസിറ്റ്സ് എന്താണെന്നും അതിൻ്റെ എത്ര വാല്യൂ നമുക്ക് സ്റ്റേറ്റ്മെൻറ്റിൽ കാണിക്കണം, എത്രയാണ് അത് ടാക്സബിൾ ആക്കേണ്ടത്, എത്രയാണ്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നമ്മുടെ എന്തെങ്കിലും ഹോളിഡേ എൻജോയ്മെൻറ്റ് ചിലപ്പോൾ എംപ്ലോയർ കൊടുത്തിട്ടുണ്ടായിരിക്കും. അപ്പോൾ അയാളുടെ ബില്ല് ചിലപ്പോൾ ഇലക്ട്രിസിറ്റി ബില്ല് ചിലപ്പോൾ എംപ്ലോയർ പേ ചെയ്തിട്ടുണ്ടായിരിക്കും. അപ്പോൾ അത് എത്ര എമൗണ്ട് ആയിരിക്കണം നമ്മൾ നമ്മുടെ നികുതി വരുമാനത്തിൽ അതിൽ ടാക്സബിൾ സാലറിയിൽ കാണിക്കേണ്ടത്. അപ്പോൾ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കണം. അപ്പോൾ അതിൻ്റെ തിയറി മാത്രം ടീച്ചർ പറയാം. പെർക്വിസിറ്റ്സ് ആർ ഓഫ് 3 ടൈപ്സ്, 3 തരത്തിലാണുള്ളത്. ഇത് ഡിവൈഡ് ചെയ്തിരിക്കുന്നത് എംപ്ലോയീസിൻ്റെ കാറ്റഗറി അനുസരിച്ചിട്ടാണ്. അതായത് ഇപ്പോൾ ചില സ്പെസിഫിക് എംപ്ലോയീസ് എന്ന് പറയുന്ന ഒരു കാറ്റഗറി ഉണ്ട്, സ്പെസിഫൈഡ് എംപ്ലോയീസ് എന്ന് പറയും. 50,000 രൂപയിൽ കൂടുതൽ വാർഷിക വരുമാനമുള്ളവരോ, അല്ലെങ്കിൽ കമ്പനിയുടെ തന്നെ ഡയറക്ടർ ബോർഡിൽ മെമ്പർഷിപ്പ് ഉള്ളവരോ, അല്ലെങ്കിൽ കമ്പനിക്ക് തന്നെ എന്തെങ്കിലും IT ഫെസിലിറ്റീസ് കൊടുത്തിട്ടുള്ള ഡയറക്ടർ ബോർഡിലുള്ള ടോപ്പ് ലെവലിലുള്ള എംപ്ലോയീസിനെയാണ് നമ്മൾ സ്പെസിഫൈഡ് എംപ്ലോയീസ് എന്ന് പറയുന്നത്. അപ്പോൾ അത് നമ്മുടെ മനസ്സിലുണ്ടായിരിക്കണം, ഹൂ ഈസ് എ സ്പെസിഫൈഡ് എംപ്ലോയി. അപ്പോൾ അങ്ങനെയുള്ള എംപ്ലോയീസിന് മാത്രം ടാക്സബിൾ ആകുന്ന അലവൻസസ് ഉണ്ട്. എല്ലാ എംപ്ലോയീസിനും ഒരുപോലെ ഇറസ്പെക്റ്റീവ് ഓഫ് ദെയർ സാലറി ഓർ സ്റ്റാറ്റസ് ടാക്സബിൾ ആകുന്ന പെർക്വിസിറ്റ്സ് ഉണ്ട്. പിന്നെ ഒന്നുള്ളത് ടാക്സ് ഫ്രീ ആയിട്ടുള്ള, ടാക്സ് ബാധ്യതയെ ഇല്ലാത്തതായിട്ടുള്ള പെർക്വിസിറ്റ്സും ഉണ്ട്. ദീസ് ആർ ദ 3 ക്ലാസിഫിക്കേഷൻ ഓഫ് പെർക്വിസിറ്റ്സ്. എന്തൊക്കെയാണ് പറഞ്ഞത്? ഒന്ന്, എല്ലാ എംപ്ലോയീസിനും ഇറസ്പെക്റ്റീവ് ഓഫ് ദെയർ സാലറി ഓർ ദെയർ സ്റ്റാറ്റസ് ടാക്സബിൾ ആകുന്ന പെർക്വിസിറ്റ്സ്. പിന്നൊന്ന്, സ്പെസിഫൈഡ് ആയിട്ടുള്ള കാറ്റഗറിയിൽ വരുന്ന എംപ്ലോയീസിന് മാത്രം ടാക്സബിൾ ആകുന്ന പെർക്വിസിറ്റ്സ്. മറ്റൊന്ന് ടാക്സ് ഫ്രീ പെർക്വിസിറ്റ്സ്. ആക്ച്വലി നമുക്ക് വി ഹാവ് എ വൈറ്റ് ബോർഡ്, ബ്ലാക്ക് ബോർഡ്, നമുക്കത് എൻലിസ്റ്റ് ചെയ്തിട്ട് പറയാമായിരുന്നു. ലേറ്റർ ഓൺ നമുക്ക് അങ്ങനെ ചെയ്യാം. ഇപ്പോൾ ജസ്റ്റ് അതിൻ്റെ തിയറി ക്ലാസിഫിക്കേഷൻ മാത്രം മനസ്സിലാക്കാം. അപ്പോൾ ഇതിലിനി ഏതൊക്കെ പെർക്വിസിറ്റ്സ് ആണ് വരുന്നത് എന്നുള്ളത് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. നമുക്ക് ജസ്റ്റ് നോക്കിപ്പോവാം ഏതൊക്കെ പെർക്വിസിറ്റ്സ് ആണ് ഇങ്ങനെ എല്ലാവർക്കും ടാക്സബിൾ ആകുന്നത്, ഏതൊക്കെ പെർക്വിസിറ്റ്സ് ആണ് സ്പെസിഫൈഡ് എംപ്ലോയീസിന് മാത്രം ടാക്സബിൾ ആകുന്നത്, ഏതൊക്കെയാണ് ടാക്സ് ഫ്രീ ആയിട്ടുള്ള പെർക്വിസിറ്റ്. ജസ്റ്റ് അത് മെൻഷൻ ചെയ്യൽ മാത്രം ഇന്ന് നമുക്ക് ചെയ്യാം. ഇനി നമുക്ക് നോക്കാം ഈ എല്ലാ എംപ്ലോയീസിനും ഇറസ്പെക്റ്റീവ് ഓഫ് ദെയർ സ്റ്റാറ്റസ് ഏതാണ് ടാക്സബിൾ ആകാൻ നോക്കാം. അതിൽ ഒന്നാമത്തേതാണ് റെൻറ്റ് ഫ്രീ ഹൗസ്. അതായത് അടുത്ത് താമസിക്കാൻ വേണ്ടി, വാടകയില്ലാതെ താമസിക്കാൻ വേണ്ടി വീട് കൊടുക്കുന്ന ഒരു സംഭവമുണ്ട്. ഇത് എല്ലാ എംപ്ലോയീസിനും, സപ്പോസ് ഇഫ് എനി എംപ്ലോയി ഈസ് റിസീവിംഗ് എ റെൻറ്റ് ഫ്രീ ഹൗസ്, ദാറ്റ് ഈസ് ഫുള്ളി ടാക്സബിൾ ഇൻ ദ കേസ് ഓഫ് ഓൾ ദി എംപ്ലോയീസ്. അതുപോലെ അടുത്തത് എന്ന് പറയുന്നത് എന്തെങ്കിലും ഓബ്ലിഗേഷൻ ഓഫ് ദി എംപ്ലോയി പെയ്ഡ് ബൈ ദി എംപ്ലോയർ. എംപ്ലോയർ ഇയാളുടെ എന്തെങ്കിലും ഇലക്ട്രിസിറ്റി ബില്ലുകളോ, ഹോളിഡേ ബില്ലുകളോ, ഹോട്ടൽ ബില്ലുകളോ, LIC പോളിസീസോ വാട്ടെവർ എംപ്ലോയർ പേ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ദാറ്റ് ഈസ് അനദർ പെർക്വിസിറ്റ് ടാക്സബിൾ ഇൻ കേസ് ഓഫ് ഓൾ എംപ്ലോയീസ്. മറ്റൊന്ന് ഇൻട്രസ്റ്റ് ഫ്രീ ലോണാണ്. അതായത് പലിശയില്ലാതെ ലോണുകൾ കൊടുക്കാറുണ്ട് പലപ്പോഴും എംപ്ലോയേഴ്സ്.
അപ്പോൾ അങ്ങനെയുള്ളതും എല്ലാവർക്കും ടാക്സബിൾ ആകുന്ന പെർക്വിസിറ്റ് ആണ്. പ്രത്യേകം ശ്രദ്ധിക്കണം, ഏതൊക്കെ പെർക്സ് ആണ് എല്ലാ എംപ്ലോയീസിനും ടാക്സബിൾ ആകുന്നതെന്നാണ് നമ്മൾ നോക്കുന്നത്. അതായത് നികുതി വരുമാനത്തിൽ ഉൾപ്പെടുത്തേണ്ട പെർക്സ് ഏതൊക്കെയാണെന്നാണ് പരിശോധിക്കുന്നത്. പിന്നെ ഒന്ന് ഹോളിഡേ എൻജോയ്മെന്റ് ആണ്. ഇപ്പോൾ നമുക്ക് ഓഫീസിൽ നിന്ന് നമുക്കൊരു ഹോളിഡേ ട്രിപ്പ് സ്പോൺസർ ചെയ്യാം. Bill may be paid by the employer. So that is another perquisite, fully taxable in case of all the employees. Free food, ഇതിനൊക്കെ ഒരു ലിമിറ്റ്സ് ആപ്ലിക്കബിൾ ആണ്. ഫ്രീ ഫുഡൊക്കെ 50 രൂപ വരെയൊക്കെ എക്സെപ്റ്റ് ആണ്. ഫുഡ് ഫ്രീ ആയിട്ട് നമുക്ക് ഓഫീസിൽ നിന്ന് കിട്ടുന്ന, ഓഫീസിലെ എംപ്ലോയർ നമുക്ക് തരുന്നുണ്ടെന്നുണ്ടെങ്കിൽ അത് ഫുള്ളി ടാക്സബിൾ ആണ്. ഗിഫ്റ്റ്, എംപ്ലോയിക്ക് കൊടുക്കുന്ന ഗിഫ്റ്റുകളോ മറ്റോ ഉണ്ടെങ്കിൽ അത് ടാക്സബിൾ ആണ്. ഇത്തരത്തിലൊരു 10-12 ഐറ്റംസ് നമുക്ക് പിന്നീട് നമുക്ക് പ്രോബ്ലംസ് ഒക്കെ ചെയ്യേണ്ടി വരുമ്പോൾ നമുക്ക് കുറേ കൂടി ഡിസ്കസ് ചെയ്യാം. സച്ച് ആൻഡ് സച്ച് ഐറ്റംസ് ആർ ദർ. ഇപ്പോൾ എക്സാമ്പിൾസ് ആണ് ടീച്ചർ കുറച്ചൊക്കെ പറഞ്ഞത്. ഇതൊക്കെയാണ് എല്ലാ എംപ്ലോയീസിനും ടാക്സബിൾ ആകുന്ന പെർക്വിസിറ്റ്. അതാണ് കുറച്ചധികം ഐറ്റംസ് വരുന്നത്. എന്നാൽ സ്പെസിഫൈഡ് എംപ്ലോയീസിന് മാത്രം ടാക്സബിൾ ആകുന്ന പെർക്സ് ഉണ്ട്. അത് കുറച്ചേ ഉള്ളൂ, അത് ടീച്ചർ പറയാം. അതിൽ വരുന്നത് എനി എംപ്ലോയീസിന് ടാക്സബിൾ ആകുന്നതാണ്. ഫെസിലിറ്റി ഓഫ് കാറ് കൊടുക്കുന്നത്, സ്വീപ്പർ, വാച്ച്മാൻ, ഗാർഡനർ, അത്തരത്തിലുള്ള ഫെസിലിറ്റീസ്, gas, electricity and water, education facility to the members of the family, transport facility. ഇതാണ് എല്ലാ എംപ്ലോയീസിനും, സ്പെസിഫൈഡ് എംപ്ലോയീസിന് മാത്രം ടാക്സബിൾ ആകുന്ന ടൈപ്പ് ഓഫ് പെർക്വിസിറ്റ്സ്. അതായത് കാറോ സ്പെഷ്യൽ ആയിട്ടുള്ള ഫെസിലിറ്റീസോ അങ്ങനെ എന്തെങ്കിലും കൊടുക്കുന്നത് സ്പെസിഫൈഡ് എംപ്ലോയീസിന് മാത്രം ടാക്സബിൾ ആകുന്നതാണ്. ഇനി നമ്മുടെ അടുത്ത കാറ്റഗറിയിൽ വരുന്നത് ഏതാണ്? ടാക്സ് ഫ്രീ ആയിട്ടുള്ള പെർക്വിസിറ്റ്സ് ആണ്. ടാക്സ് ഫ്രീ ആയിട്ടുള്ള പെർക്വിസിറ്റ്സ് ഒരു 13ഓളം ബെനിഫിറ്റ്സ് ആണ് ടാക്സ് ഫ്രീ എന്ന് പറയുന്ന കാറ്റഗറിയിൽ വരുന്നത്. ജസ്റ്റ് എക്സാമ്പിൾസ് മാത്രം ടീച്ചർ പറയാം ബ്രീഫായിട്ട്. ടീ ഓർ സ്നാക്സ് ഇൻ ദ ഓഫീസ്, ഓഫീസിൻ്റെ അടുത്ത് സൈറ്റിലൊക്കെ കൊടുക്കുന്ന റെസിഡൻഷ്യൽ അക്കോമഡേഷൻ, ടെലിഫോൺ എക്സ്പെൻസസ്, അതുപോലെ തന്നെ സ്കോളർഷിപ്സ്, എന്തെങ്കിലും റിഫ്രഷർ കോഴ്സസിൻ്റെ കോസ്റ്റ്, ലാപ്ടോപ്സ് ആൻഡ് കമ്പ്യൂട്ടേഴ്സ്, മെഡിക്കൽ ബെനിഫിറ്റ്സ്, അതൊക്കെ ശ്രദ്ധിക്കേണ്ടതാണ്. മെഡിക്കൽ ബെനിഫിറ്റ്സ്, ലീവ് ട്രാവൽ കൺസെഷൻ, ഇത്തരത്തിലുള്ള അലവൻസ് പെർക്വിസിറ്റ്സ് ആണ് എല്ലാ എംപ്ലോയീസിനും റെസ്പെക്റ്റീവ് ഓഫ് വാട്ട് എവർ. ഇതെല്ലാം ഈ പറഞ്ഞ എല്ലാതും ടാക്സ് ഫ്രീ ആയിട്ടുള്ള പെർക്വിസിറ്റ്സ് ആണ്. ഇതിന് ടാക്സ് ലയബിലിറ്റി വരുന്നതേ ഇല്ല. സോ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്തത് പെർക്വിസിറ്റ്സിനെ കുറിച്ചിട്ടാണ്. വാട്ട് ആർ പെർക്സ് എന്ന് പറഞ്ഞു, അതുപോലെ തന്നെ വാട്ട് ആർ ദ ക്ലാസിഫിക്കേഷൻ ഓഫ് പെർക്സ്. പെർക്സ് നീഡ് ടു ബി അണ്ടർസ്റ്റുഡ് ഇൻ 2 സിറ്റുവേഷൻസ്. അതായത് വാട്ട് ആർ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് പെർക്സ് എന്നും അറിയണം, ഹൗ മച്ച് വാല്യൂ വി ഷുഡ് അറ്റാച്ച് ടു ഈച്ച് പെർക്സ് എന്നുള്ളത് നമ്മൾ അറിയണം. അപ്പോൾ ക്ലാസിഫിക്കേഷൻ നമ്മൾ ആദ്യം പഠിക്കുകയാണ്. വാല്യുവേഷൻ ടീച്ചർ ഒന്നും പറയുന്നില്ല. ഇൻ ദിസ് ക്ലിപ്പ് വി ഡിസ്കസ് ഓൺലി ദ ക്ലാസിഫിക്കേഷൻ ഓഫ് പെർക്സ്. The classification comes to perquisites taxable in case of all employees. That's the first one. Then perquisites taxable in case of specified employees. Then tax-free perquisite. These are the fundamental classification of perquisites. Specified employee ആരാണ്? Once again I repeat, it's a director employee, അല്ലെങ്കിൽ ഒരു more than 20% വോട്ടിംഗ് പവർ ഉള്ള, ക്യാപിറ്റൽ കോൺട്രിബ്യൂഷൻ ഉള്ള എനി എംപ്ലോയി ക്യാൻ ബി എ സ്പെസിഫൈഡ് എംപ്ലോയി, അല്ലെങ്കിൽ ആനുവൽ ഇൻകം more than 50,000 ഉള്ള എനി എംപ്ലോയി can be a specified employee. So these are an introduction to perks. With this I conclude this video clip. In the next clip we will move on to the valuation of perquisites. Okay, thank you.